ഞാൻ ഇന്ന് മുതലൊരു റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമുക്ക് റമദാനിൽ പത്തിരിയും കറിയൊക്കെ ആവില്ലേ. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയുള്ളൊരു നല്ല നാടൻ റെസിപ്പി വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ചെമ്മീൻ വെച്ചിട്ടുള്ള പ്രോൺസ് മോളിയും പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒറോട്ടിയില്ലേ അത് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഐറ്റം അല്ലേ ഈ ഒരു നാടൻ ഫുഡ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു പ്രോൺസ് മോളിയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോയോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ടാവുന്ന സമയത്ത് അത് ആയിക്കോളും. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത പാടന്നെ അങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഹാഫ് കുക്ക് ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കാം. കാരണം കൂടുതൽ അങ്ങനെ ക്രിസ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വരൂലേ പ്രോൺസിന്ന്. അപ്പോൾ ജസ്റ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു ഓയിലും ആ ഒരു വെള്ളമൊക്കെ ഉള്ള ആ ഒരു സമയത്ത് തന്നെ നമുക്കിതൊന്ന് മാറ്റാം. കാരണം ആ ഒരു ചെമ്മീൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ആ ഒരു സ്റ്റോക്കിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഹാഫ് കുക്ക് ആകുമ്പോൾ ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമില്ല കുറച്ച് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് ഒരു 5-6 നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു 6-7 അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും എടുക്കുക. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുത്തോട്ടെ, കാരണം അതേ ഉള്ളൂ, കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ ഇതിന് എരിവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കുക. ഇനി ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തോ. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ഇതുപോലെ നീളത്തിൽ എന്നിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറൂലേ, അങ്ങനെ ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ആ ഒരു സവോള കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴല്ലേ പെട്ടെന്ന് വഴഞ്ഞിട്ടാൽ നല്ലപോലെ സവോള വഴറ്റിയെടുക്കണം ഈ ഒരു കറിക്ക്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീനില്ലേ അത് അങ്ങനെ തന്നെ ആ ഒരു ഓയിലും ആ ഒരു ചെമ്മീൻ്റെ സ്റ്റോക്കും ഒക്കെ ആവുന്ന രീതിയിൽ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ എന്നിട്ട് കറിക്ക് ഉണ്ടാവുക. അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ അരമുറി തേങ്ങൻ്റെ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി 1 ഗ്ലാസ് ഞാൻ കുറച്ച് 2ാം പാലാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ഉണ്ട്. എന്താ പറയുക, ലൂസാക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ എനിക്ക് കളർ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പം ആ ഒരു പിരിഞ്ഞ ടെക്സ്ചർ എന്തായാലും വരില്ല. പിന്നെ അത് തിളച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ പിരിയൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും അങ്ങനെയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമുക്ക് ആ ഒരു ചെമ്മീന് കുറച്ചുകൂടി വേവാനുള്ളതല്ലേ, അത് അപ്പോൾ ഇങ്ങനെ വേവിച്ചിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു തക്കാളി ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാ നമ്മളെ അയക്കൂറയും ആവോലിയൊക്കെ കൊണ്ട് ചെയ്യാമെന്നെങ്കിലും അതും ഇതുപോലെ തന്നെ ചെയ്യാട്ടോ. ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ച് ചെയ്യുമ്പോൾ അതേ കണ്ടില്ല, നല്ല കുറുകിയിട്ട് അടിപൊളിയായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ട്, കറിയും നല്ല ചൂടുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ പിരിഞ്ഞൊന്നും പോകില്ല. കുറച്ച് സമയം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു തിള വരുന്നത് പോലെ വരുമ്പം അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കാരണം 1/4 പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ആ ഒരു പാലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് തിളച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോയി പോകും കേട്ടോ. അപ്പോൾ അത് തിളക്കാതെ ശ്രദ്ധിക്കുക, കാരണം ചട്ടി എന്തായാലും ചൂടുണ്ടാകുന്നില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കണ്ടില്ല, നല്ല കട്ടിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്.
അപ്പം പ്രോൺസ് വെച്ചിട്ടായാലും ഏത് ഫിഷ് വെച്ചിട്ടായാലും ഇങ്ങനെ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഈ ഒരു ഒറോട്ടിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റമദാനൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ സിമ്പിളല്ലേ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറോട്ടി ഉണ്ടാക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന തന്നെ ആയിരിക്കും അല്ലേ. ഞാനിവിടെ ഒരു 1.5 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഞാൻ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് പത്തിരി ചുടൽ. ഇങ്ങനെ ചെറിയവരൊക്കെ അരി കുതിർത്ത് അതിൽ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പൊടിക്കലെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. ഞാൻ കുറുവ അരിയില്ലേ, അത് 3 കിലോ എടുക്കും. പിന്നെ 2 കിലോ പച്ചരി എടുക്കും. എന്നിട്ട് ഞാൻ അത് മാത്രം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ടേബിളിൻ്റെ മേലെയൊക്കെ എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഒരു നല്ല കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഫാൻ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ അത് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക കവറിൽ തന്നെ അടച്ചു മൂടി വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടെ അത് ആ ഒരു പൊടിപ്പിച്ചിട്ട് ആ ഒരു ചൂടോടെ ഒരു വെന്ത ആ ഒരു ഇത് വരും. അപ്പോൾ എന്തായാലും ഒറോട്ടി ശരിയാവില്ല. കാരണം എനിക്കങ്ങനെ കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പൊടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടൈമില്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ പിന്നെ ഒറോട്ടി എന്തായാലും ആ ഒരു മാവ് വെന്ത പോലെയാവും കേട്ടോ. അപ്പോൾ ഒരിക്കലും ശരിയാവില്ല നമ്മൾ ചെയ്ത് ചുട്ട് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ പൊടിപ്പിച്ച് കൊണ്ടുവന്ന പാടന്നെ ഒന്നുകിൽ ഏതെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു കവറ് ഒന്ന് തുറന്നിട്ട് അങ്ങനെ തന്നെ കുറച്ച് ടൈം വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ചൂടൊക്കെ പോകുന്നത് വരെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ഏതെങ്കിലും കണ്ടെയ്നറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അത് ഈ ഒരു പത്തിരിൻ്റെ പൊടി നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. അല്ലെങ്കിൽ അത്രക്ക് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊടിപ്പിക്കൽ എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റുന്നത്. അപ്പം ഏതായാലും പേര് മാറ്റാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മാറ്റാമെന്ന് വിചാരിച്ച് എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു അങ്ങനെ മാറ്റണം എന്നൊരു തോന്നൽ. അപ്പം ഇൻഷാ അല്ലാ ഞാൻ മൺഡേ മുതൽ എൻ്റെ ചാനലിൻ്റെ നെയിം മാറ്റുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ഓരോ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു നെയിം ഇടാന്നാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 2 വേർഡിൽ അങ്ങനെ ഒതുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ മൺഡേ പറയാം. മൺഡേ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാം കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണേ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒറോട്ടിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ല, നല്ല പൊങ്ങിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഒറോട്ടി ചൂടാൻ വേണ്ടി പറ്റും കേട്ടോ. എൻ്റെ വീട്ടിൽ വാഴൻ്റെ ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറില്ലേ, ആ ഒരു കവറിലാണ് കേട്ടോ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കൽ. നിങ്ങളതിൽ വാഴയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിൽ പരത്തിയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒറോട്ടയ്ക്ക് ചൂടാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. എല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ ആവുന്നത് നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നടുവിൽ വരുന്ന ആ ഒരു സംഭവമില്ലേ, ഫ്ലെയിമില്ലേ, അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പം ആ ഒരു തീയിൽ ഇങ്ങനെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആവുന്നത് ആ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു സ്പൂണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒറോട്ടിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാലിൽ ഒരു നുള്ളു ഉപ്പും കുറച്ച് പശുനെയ്യും കൂടി ചേർത്തിട്ട് അതിലൊന്ന് മുക്കിയെടുക്കാം. ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ കോംബോ. അപ്പോൾ എല്ലാവരും റമദാനൊക്കെ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ റമദാൻ്റെ നല്ല നല്ല റെസിപ്പീസും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെന്നെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.